വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ. എന്താ ഈ വെള്ളാരം കുന്ന്? പലർക്കും അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. വെള്ളാരം കുന്നെന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതമാണ്. വെള്ളാരം കുന്ന മഞ്ഞു മൂടിയ ഒരു മലയാണത്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ, ഏതാ പൊന്മുള? മഞ്ഞ മനുഷ്യർ താമസിക്കുന്ന സ്ഥലം എവിടെ? ഹിമാലയത്തിനടുത്ത്, ചൈന. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളും ചവിട്ടിക്കൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് KPSCയുടെ നാടകം കാണാൻ പോയി അതിന്റെ മുമ്പിൽ ചെന്ന് ഇടിച്ചു പിഴിഞ്ഞ്, കസരയില്ല, താഴെ കുത്തിയിരിക്കുമ്പോ KPSC സുലോചന എന്ന എക്കാലത്തെയും കേരളം കണ്ട ഏറ്റവും മഹത്തരമായ ഗാനങ്ങൾ പാടിയിട്ടുള്ള സുലോചന വന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നേരിട്ട് പാടുമായിരുന്നു. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ. ചൈനയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ്, കമ്മ്യൂണിസമാകുന്ന കാറ്റ് കേരളത്തിലേക്ക് വരാൻ എന്തിനാ? കരുമാടിക്കുട്ടന്മാർ കൊതി തുള്ളും തോപ്പിൽ. നേരത്തെ ഇവിടെ വാഴക്കൊലയെ കുറിച്ച് ആലങ്കോട് പറഞ്ഞു. കരുമാടിക്കുട്ടൻ എന്ന പ്രയോഗം ചങ്ങമ്പുഴയുടേതാണ്. വാഴക്കൊല പഴുത്ത് നിറഞ്ഞു നിൽക്കുമ്പോ ആ വാഴക്കൊല ഇറുത്ത് പഴം കഴിക്കാവെന്ന് കരുതി അണ്ണാറക്കണ്ണനോട് അസൂയ തോന്നി. അവിടെ നിൽക്കുന്ന കരുമാടിക്കുട്ടൻ തുണിയില്ലാതെ വായിൽ വെള്ളമൂറിക്കൊണ്ട് നിൽക്കുന്ന ആ കരുമാടിക്കുട്ടന്റെ മുമ്പിലേക്ക് ഈ പഴം ഇറുത്തിടണമെങ്കിൽ ഏത് കാറ്റ് വരണം? ചൈനയിൽ ആഞ്ഞടിക്കുന്ന കമ്മ്യൂണിസമാകുന്ന കാറ്റ് വരണം എന്ന പാട്ടുപാടി കേരളത്തിലെ ജനങ്ങളെ ഉത്തരോത്തരം ഉദ്ഘോഷിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സംഗീതവും സാഹിത്യവും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിലാളനയിൽ വളർന്ന് പന്തലിച്ചതാണ്. അതുകൊണ്ട് കേരളത്തിലിറങ്ങുന്ന സാഹിത്യത്തിൽ ദളിത് പക്ഷമുണ്ട്, ന്യൂനപക്ഷമുണ്ട്, പാവപ്പെട്ടവന്റെ പക്ഷമുണ്ട്, സാധാരണക്കാരന്റെ ജീവിതമുണ്ട്. എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ സാഹിത്യ സാംസ്കാരിക സമ്പത്ത്. ആ സാഹിത്യ സാംസ്കാരിക സമ്പത്തിൽ നിന്ന് ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഒരല്പം ഇടർച്ച കാണിക്കുകയും അവിടങ്ങളിലെല്ലാം ഇരുട്ടിന്റെ ശക്തികൾ ഈ കലയും സാഹിത്യവും നടക്കുന്ന മേഖലകൾ പിടിച്ചടക്കുകയും ചെയ്തപ്പോ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് സാംബശിവൻ സാറിന്റെ സംഗീതവും കഥയും കേൾക്കാൻ കാത്തിരുന്ന മനുഷ്യരുടെ മുമ്പിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കലാരൂപങ്ങൾ വരാൻ തുടങ്ങി. കഥാപ്രസംഗം മാറ്റി നിർത്തപ്പെട്ടു. അദ്ദേഹം ചെറുപ്പകാലത്ത് കാഥികനായിരുന്നു. നിങ്ങൾക്കത് പാട്ടുപാടിയപ്പോ തോന്നി കാണില്ലേ? ചെറുപ്പകാലത്ത് അദ്ദേഹം കാഥികനായിരുന്നു. നമ്മുടെ കഥാപ്രസംഗ സമ്പത്ത് അതിൽ കൊല്ലം ജില്ലയ്ക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ കാഥികരെ സംഭാവന ചെയ്ത് ഞങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ട്. അഹങ്കാരം സമ്മതിച്ചു തരണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ കാഥികനാരാന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് വി സാംബശിവനാണ്. അതിനോടൊപ്പം തലയെടുപ്പുണ്ടായിരുന്ന ഒരാളെ ഉള്ളൂ, അത് കടാമംഗലം സാരഥനാണ്. ബാക്കി ഒരുപാട് കാഥികർ നമ്മുടെ നാട്ടിലുണ്ടായി. അതുപോലെ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ, അമേച്വർ നാടകങ്ങൾ, നമ്മുടെ സംഗീത പരിപാടികൾ, ഇതെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക സമ്പത്തിന് മാറ്റുകൂട്ടിയതാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയവും കലയും സാഹിത്യവും മനോഹരമായി സമ്മേളിക്കുന്നതാണ് നമ്മുടെ ഓരോ സമ്മേളനങ്ങളും.